കല്യാണ പല്ലക്ക്. മഹേഷിന്റെ വിരൽത്തുമ്പ് കൊണ്ട് ഒരു നുള്ളു സിന്ദൂരവും അവളുടെ നെറുകയിലേക്ക് പടർന്നു. എല്ലാ അർത്ഥത്തിലും സുമംഗലിയായി മാറി ഗായത്രി. മാഷും ശ്യാമളയും നിറകണ്ണുകളോടെ ആ കാഴ്ച നോക്കി നിന്നു. നിധിക്കും ബാലയ്ക്കും ഒക്കെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുപാട് പ്രാർത്ഥനയോടെ നിന്നു. ഇരുവരും പരസ്പരം വരണമാല്യം അണിയിച്ചുകൊണ്ട് എണീറ്റു. കൈപിടിച്ചു കൊടുക്കാനായി മാഷ് അവർക്കിടയിലേക്ക് വന്നു നിന്നു. ഗായത്രിയെ മഹേഷിന് കൈപിടിച്ചു കൊടുക്കുമ്പോൾ മാഷിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയിരുന്നു. കല്യാണം കാണാനെത്തിയ ഓരോ ആളുകളെയും അത് വല്ലാതെ സ്പർശിച്ചു. ചിലർക്കൊക്കെ കണ്ണു നിറഞ്ഞു വന്നു. ഗായത്രിക്ക് അച്ഛനെ മുഖമുയർത്തി നോക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പാളി അവളുടെ നോട്ടം മഹേഷിലേക്ക് വീണു. അവനൊന്ന് കണ്ണു ചിമ്മി അവളെ ആശ്വസിപ്പിക്കും പോലെ കാണിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കന്യാദാനം കഴിഞ്ഞ് ഇരുവരും ഹോമകുണ്ടത്തിന് വലം വെച്ച് സ്റ്റേജിലിട്ട സോഫയിലേക്കിരുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അവർക്ക് മഹേഷിനെ വീട്ടിലേക്ക് 1 മണിക്ക് തന്നെ ഇറങ്ങേണ്ടതുകൊണ്ട് ധൃതിയിൽ അവരിരുവരും ആഹാരം കഴിപ്പിച്ചു. മഹേഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മന്ത്രകോടി മാറ്റിയെടുത്ത് ഗായത്രി പോകാനിറങ്ങി. ശ്യാമളയ്ക്കും മാഷിനും ആ നിമിഷം പിടിച്ചു നിൽക്കാനായില്ല. ശ്യാമള മാഷിന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്തോ വല്ലാത്തൊരു അടുപ്പമായിരുന്നു അവർക്ക് ഗായത്രിയോട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗായത്രിയുടെ ക്യാരക്ടർ അങ്ങനെയുള്ളതാണ്. അവളെ അടുത്തെറിഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഒരു പ്രകൃതമാണ് അവളുടേത്. തനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും ഹാപ്പിയാക്കി വെക്കാനുള്ള ഒരു മാജിക് അവൾക്കറിയാം. അതുതന്നെയാണ് അവളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അതുവരെ പിടിച്ചു നിന്ന ബാലയുടെ കണ്ണുകൾ നിറഞ്ഞു. കൂട്ടത്തിൽ അത്യാവശ്യം ബോൾഡും പക്വതയുമുള്ളത് ബാലയ്ക്കാണ്. എന്തോ ഗായു പോകുന്ന നിമിഷം ബാലയുടെ കണ്ണുകളും വല്ലാതെ നിറഞ്ഞൊഴുകി. അവൾ ഗായത്രിയെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. പിന്നീട് ഷാജിയും വേണുമാഷും എല്ലാവരും ചേർന്ന് ഗായത്രിയെ മഹേഷിനൊപ്പം അവരുടെ വീട്ടിലേക്ക് യാത്രയാക്കി. കാറിൽ കയറിയിട്ടും ഗായത്രിയുടെ കണ്ണുകൾ തോരുന്നുണ്ടായിരുന്നില്ല. മഹേഷ് അവളെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൻ തന്റെ പോക്കറ്റിലിരുന്ന ടവൽ അവൾക്ക് നേരെ നീട്ടുന്നതും അവൾ അത് വാങ്ങി കണ്ണീരൊപ്പുന്നതുമൊക്കെ കാറിന്റെ ഫ്രണ്ടിലിരുന്ന മഹിമ കാണുന്നുണ്ടായിരുന്നു. അവൾക്കും വല്ലാത്ത ആശ്വാസം തോന്നി. ഏകദേശം 1-1:30 അടുക്കാറായപ്പോഴേക്കും അവർ മഹേഷിന്റെ വീട്ടിലെത്തി. ഗീത നൽകിയ നിലവിളക്ക് കയ്യിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഗായത്രി ആ വീടിന്റെ പടികൾ ഒന്നൊന്നായി കയറി. പിന്നീട് പരസ്പരം പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ്. ചടങ്ങുകളെല്ലാം അതിന്റെ രീതിക്ക് തന്നെ നടത്തിയ ശേഷം ഗീത മഹിമയോട് പറഞ്ഞു, ഗായത്രിയെ മഹേഷിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂന്ന്. വസ്ത്രമൊക്കെ മാറട്ടെ കുട്ടി, രാവിലെ തൊട്ടി വേഷത്തെ ഇരിക്കുന്നതല്ലേ. പറയുന്നതോടൊപ്പം തന്നെ ഗായത്രിയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും ഗീത മറന്നില്ല. ഗായ് വാ, നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലാ മഹേഷിന്റെ റൂം. അതും പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ച് അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു മഹിമ. അവർക്കൊപ്പം മഹിമയുടെ ഭർത്താവിന്റെ സഹോദരിമാർ ദീപയും ദീപ്തിയുമുണ്ട്. അവർ 3 പേരും ചേർന്ന് ഗായത്രിയെ തലയിൽ കുത്തിയിരുന്ന പൂവും ആഭരണങ്ങളും എല്ലാം ഊരാനും സാരിയൊക്കെ അഴിച്ചുമാറ്റാനും സഹായിച്ചു. ശേഷം കബോർഡിൽ അവൾക്ക് വേണ്ടി വാങ്ങിവെച്ചിരുന്ന സാധനങ്ങളെല്ലാം മഹിമ തന്നെ ഗായുവിന് കാണിച്ചു കൊടുത്തു. ഒരു ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് ഗായത്രി ഒന്ന് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറ്റിവിട്ടിട്ടാണ് അവർ 3 പേരും തിരികെ താഴേക്ക് പോയത്. മഹേഷ് തിടുക്കപ്പെട്ട് മുകളിലേക്കുള്ള പടികൾ കയറുന്നത് കണ്ട് മഹിമ കാര്യം അന്വേഷിച്ചു. എന്താടാ, എന്തു പറ്റി? എന്താ നിനക്കൊരു വെപ്രാളം പോലെ? ഏയ്, വെപ്രാളമൊന്നും ഇല്ലേ ചേച്ചി. പന്തലുകാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത്, അതെടുക്കാൻ പോവാം. പെട്ടെന്നാണ് മഹിമ ഓർത്തത്, ഗായത്രി കുളിച്ചോണ്ടിരിക്കുവാണല്ലോ എന്ന്. മഹേഷേ, ഗായത്രി മുകളിൽ കുളിച്ചോണ്ടിരിക്കുക. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, ചേച്ചി തന്നെ പോയി ആ പൈസ എടുത്തിട്ട് വാ. മഹേഷ് അത് പറഞ്ഞതും മഹിമ മുകളിലേക്ക് നടന്നു. കബോർഡ് തുറന്ന് മഹിമ പൈസ എടുക്കുന്ന നേരത്താണ് ഗായത്രി കുളിച്ചിറങ്ങി വന്നത്. ആഹാ, ഗായു കുളിച്ചിറങ്ങിയോ? ഞാനേ ഈ പണം താഴേക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇത് പന്തലുകാർക്കും മറ്റുള്ള പൈസയാ. കുട്ടി കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തു. നല്ല ക്ഷീണവും ഉണ്ടാകും. രാവിലെ എഴുന്നേറ്റതല്ലേ. കുടിക്കാനായിട്ട് ജ്യൂസ് എന്തെങ്കിലും ഞാൻ മുകളിലേക്ക് കൊടുത്തുവിടാം. മഹിമ പറഞ്ഞതും ഗായത്രി തലകുലുക്കി കേട്ടുകൊണ്ട് പതിയെ ബെഡിലേക്കിരുന്നു. മുറിയുടെ വാതിൽ ചേർത്തടിച്ചുകൊണ്ട് മഹിമ താഴേക്ക് പോയി. കോണിപ്പടിക്ക് താഴെ നിന്ന മഹേഷിന്റെ കയ്യിലേക്ക് അവൾ ആ പണം കൊടുത്തു. ശേഷം ദീപയെ വിളിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കി.
അത് ഗായത്രിക്ക് വേണ്ടി മുകളിലേക്ക് കൊടുത്തുവിട്ടു. ജ്യൂസൊക്കെ കുടിച്ച ശേഷം ഗായത്രിക്ക് ചെറിയ രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രിയിൽ തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി ബെഡിലേക്ക് കിടന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. പതിയെ പതിയെ അവൾ നേരത്തെ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം താഴെ പന്തലുകാർക്കും കല്യാണത്തിന് പോയ വണ്ടിക്കാർക്കുമൊക്കെ പൈസ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്യുകയാണ് മഹേഷ്. മോനെ, ഒന്ന് വന്നേ. ഗീത അവനെ വിളിച്ചു. അവൻ വല്ലാതെ മുഷിഞ്ഞു പോയിരുന്നു ആവേശത്തിൽ. കല്യാണവേഷത്തിൽ തന്നെയാണ് അവന്റെ നിൽപ്പ്. നീ മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറിക്കേ. ഇതൊക്കെ മാധവേട്ടനും ദീപയും കൂടി നോക്കിക്കോളും. നീ പോയി ചെന്ന് ഡ്രസ്സ് മാറും. വൈകുന്നേരം ആകുമ്പോൾ ആളുകളൊക്കെ എന്തായാലും വരും. അതുമല്ല, ഗായത്രിയുടെ വീട്ടിൽ നിന്ന് വരുമെന്ന് ഇപ്പോൾ വേണുമാഷ് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴേക്ക് നീ ഇങ്ങനെ മുഷിഞ്ഞു നിൽക്കണ്ട. ചെല്ല്. ഗീത നിർബന്ധപൂർവ്വം അവനെ ഫ്രഷ് ആകാൻ വേണ്ടി മുകളിലേക്ക് പറഞ്ഞു വിട്ടു. അകത്ത് ഗായത്രി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മഹേഷ് 1-2 പ്രാവശ്യം ഡോറിൽ നോക്ക് ചെയ്തു. എന്നിട്ടും ഗായത്രി വാതിൽ തുറക്കാതായതോടെ അവൻ പതിയെ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചപ്പോൾ കാണുന്നത് ഭിത്തിക്ക് എതിർവശം തിരിഞ്ഞു കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഗായത്രിയാണ്. പിന്നെ മഹേഷ് അധികം നേരം അവളെ നോക്കി നിൽക്കാതെ വേഗം തന്നെ കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി വന്നു. ഗായത്രിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗായത്രിയെ റെഡിയാക്കി നിർത്താനായി മഹിമയും ദീപയും ദീപ്തിയും എല്ലാവരും കൂടി റൂമിൽ വന്നു. അതോടെ മഹേഷ് ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടുകൊണ്ട് നേരെ താഴേക്ക് പോയി. ഗായത്രി നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുണർത്താൻ മഹിമയ്ക്ക് ചെറിയ ബുദ്ധിമുട്ട്. പക്ഷെ വിളിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പതിയെ അവർ തട്ടി ഗായത്രിയെ വിളിച്ചു. ഗായത്രി, ഗായു, എഴുന്നേൽക്ക്. അല്പനേരം മഹിമ വിളിച്ചതിന് ഗായത്രി ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അത് കാണുക മഹിമയ്ക്ക് അവളോട് പാവം തോന്നി. ഗായത്രി, മഹിമ വീണ്ടും വിളിച്ചതോടെ കണ്ണും തിരുമ്മി എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് പോലെ ഒന്ന് കമിഴ്ന്നു കിടന്നവൾ. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ചാടിപ്പിടിഞ്ഞെണീറ്റു. അവളുടെ ആ ഇരിപ്പും ഭാവവും നോട്ടവും എല്ലാം കാണിക്കാൻ മഹിമയ്ക്ക് നല്ല രീതിയിൽ ചിരി വന്നു. എന്തുപറ്റി? മഹിമ ഗായത്രിയെ നോക്കി ചോദിച്ചു. സോറി ചേച്ചി, ഞാനിവിടെ ഇരുന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയതെന്തിനാ സോറി പറയുന്നേ? എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നതല്ലേ. അതൊന്നും കുഴപ്പമില്ല. തൽക്കാലം നമുക്കൊന്ന് റെഡിയായി നിൽക്കാം. ഇപ്പൊ ഗായത്രിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും, അച്ഛനും അമ്മയും ബന്ധുക്കളുമൊക്കെ. മഹിമ അത് പറഞ്ഞതും ഗായത്രിയുടെ മുഖം വിടർന്നു. പിന്നെ അവൾക്ക് എല്ലാത്തിനും ഒരു ഉത്സാഹമായിരുന്നു. ഗായത്രിക്ക് വേണ്ടി ധാവണിയായിരുന്നു മഹിമ കൊണ്ടുവന്നത്. മഞ്ഞയും പച്ചയും ഇടകലർന്ന ധാവണി. മിനിമം വളകളും മാലകളും മാത്രം ധരിച്ച് അല്പം പൂവും വെച്ച് ഗായത്രിയുടെ ഒരുക്കം പൂർത്തിയായി. ഗായത്രി മഹിമയ്ക്കും ദീപയ്ക്കും ദീപ്തിക്കുമൊപ്പം താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന മഹേഷിന്റെ കണ്ണുകൾ ഗായത്രിയിൽ ഉടക്കി. അവന്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു. കാര്യം, ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഈ ധാവണി അവന്റെ കണ്ണിൽ ഉടക്കിയതാണ്. ഗംഗയ്ക്ക് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവനാണ് നിർബന്ധം പിടിച്ചെടുത്തത്. എന്തായാലും അത് ഏറ്റവും ഭംഗിയായി ഇണങ്ങുന്നത് ഗായത്രിക്ക് തന്നെയായിരുന്നു. മഹേഷ് മനസ്സിലോർത്തു. താഴെ മഹേഷിന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാവരും ഗായത്രിയോട് വന്ന് വിശേഷങ്ങൾ ചോദിക്കുകയും ഓരോ വർത്തമാനം പറയുകയും ചെയ്തു. ഇടയ്ക്കെപ്പോഴോ മഹിമയുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കൊപ്പമിരുന്ന് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നതും അവൻ കണ്ടു. മഹേഷിന് ചിരിപൊട്ടി. മറ്റൊന്നും കൊണ്ടല്ല, അവൾക്ക് പറ്റിയ കമ്പനി ഇതൊക്കെ തന്നെയാണെന്ന് അവനും അറിയാവുന്നതാണ്. അപ്പോഴേക്കും തന്നെ മുറ്റത്തേക്ക് 2 കാർ വന്നു. കാറിൽ നിന്ന് ഷാജിയും വേണുമാഷും ജയന്തിയും ബാലയും നിധിയും ശ്യാമളയും പിന്നെ കുറച്ച് ബന്ധുക്കളും ഇറങ്ങി. ഗായത്രി സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന പാടെ അവൾ മാഷെ ചുറ്റിപ്പിടിച്ചു. അച്ഛേ, അവൾ വിളിച്ചു. മാഷ് അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോഴേക്കും തന്നെ മഹേഷും അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. കയറി വാ മാഷ, എല്ലാവരും വാ. മഹേഷ് അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. പിന്നീട് വന്നവരെല്ലാം മഹേഷിന്റെ വീടും പരിസരവും ഒക്കെ ചുറ്റി നടന്ന് കണ്ട് ആഹാരമൊക്കെ കഴിച്ച ശേഷമാണ് തിരികെ പോയത്. എല്ലാവരും വന്നിട്ട് പോയപ്പോൾ ഗായത്രിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. എങ്കിലും ഒരുവിധം സങ്കടം കടിച്ചു പിടിച്ചു നിന്നു. അവൾ പിന്നീട് എല്ലാവർക്കും ഒപ്പമിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഏറെ വൈകിയ ശേഷമാണ്, ഏകദേശം 9 അടുക്കാറായപ്പോഴേക്കുമാണ് ഗീത എവിടേക്ക് വന്നത്. പിള്ളേരെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എല്ലാവർക്കും കിടക്കണ്ടേ? ഗീത പെട്ടെന്ന് ചോദിച്ചതും ഗായത്രിയുടെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി.
അവളുടെ മുഖഭാവം മാറി. മഹിമ ഇത് കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. ഗായു ഒന്ന് വന്നേ. മഹിമ പതിയെ ഗായത്രിയെ താഴെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഗായത്രിക്ക് വേണ്ടി ഒരു സെറ്റ് മുണ്ടുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ധാവണി മാറ്റി ഇതൊക്കെ ഒന്ന് ഉടുത്താലോ? പെട്ടെന്നൊരു പരിഭ്രമത്തോടെ ഗായത്രി മഹിമയുടെ മുഖത്തേക്ക് നോക്കി. അയ്യോ കുട്ടി, ടെൻഷനാവൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ചടങ്ങാണ്. റൂമിലെത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേഷം എടുത്തിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിപ്പോ പ്രായമായ ആളുകളൊക്കെ ഉള്ളതല്ലേ. ഇവിടെ അവർക്കൊക്കെ എല്ലാം ചടങ്ങ് ചടങ്ങ് പോലെ നടക്കണമെന്നാ. ഗായത്രിയുടെ മുഖം മങ്ങി. അതോർത്ത് കുട്ടി വിഷമിക്കണ്ട. അവരൊക്കെ 2 ദിവസം കഴിഞ്ഞങ്ങ് പോകും. പിന്നെ ഈ വീട്ടിൽ മഹേഷും അച്ഛനും അമ്മയും ഗായുവും മാത്രം ഉണ്ടാവും. ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ. ആർക്കും അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. മഹിമ പറഞ്ഞതും ഗായത്രി ഒന്ന് ചിരിച്ചു. നമ്മളൊക്കെ എത്ര പുരോഗമനം പറഞ്ഞാലും ഇവരുടെ ഒന്നും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നീ. മഹിമ ഒരു തമാശ പോലെ പറഞ്ഞപ്പോ ഗായത്രിക്കും ചെറുതായി ചിരി വന്നു. മഹിമ നല്ല വൃത്തിയായി തന്നെ ഗായത്രി സെറ്റ് മുണ്ട് ഉടുപ്പിച്ചു കൊടുത്തു. അപ്പോഴേക്കും ഗീത ഒരു ഗ്ലാസ് പാല് ഗായത്രിയുടെ കയ്യിൽ കൊടുത്തു. മഹിമ തന്നെയാണ് ഗായത്രിയെ മുകളിൽ മഹേഷിന്റെ റൂം വരെ എത്തിച്ചു. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നുള്ള പരിഭ്രമത്തിൽ നിൽക്കുവാണ് ഗായത്രി. മഹിമ അവളെ കണ്ണുചിമ്മി ആശ്വസിപ്പിച്ചു. ടെൻഷനൊന്നും ആവണ്ട. ഈ പാല് കൊണ്ട് ആ മേശപ്പുറത്ത് വെച്ചിട്ടേ വേഗം ഡ്രസ്സ് മാറിക്കോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങ്. ഉറക്കക്ഷീണം ഇപ്പോഴും കണ്ണിലുണ്ട്. മഹിമ പറഞ്ഞതും ഗായത്രി ഒരാശ്വാസത്തോടെ മുറിക്കകത്തേക്ക് കയറി. വാതിൽ ചേർത്തടച്ചുകൊണ്ട് തിരിഞ്ഞ് ഗായത്രി കാണുന്നത് കട്ടിലിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പരിങ്ങിയവൾ. മഹേഷും അപ്പോഴാണ് ഗായത്രിയെ കണ്ടത്. ഒരു വേള ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തു. ഗായത്രിയുടെ മുഖം കുനിഞ്ഞു. അവർക്കിടയിൽ മൗനം കടന്നു വന്നു. ഗായു. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മഹി അവളെ വിളിച്ചു. ഗായത്രി മുഖമുയർത്തി അവനെ നോക്കി. മഹി അടുത്തേക്ക് വരുന്ന ഓരോ നിമിഷവും അവളുടെ ഉടൽ വെട്ടിവിറച്ചു. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് വിറകൊണ്ടു. ചെറു ചൂടുള്ള പാല് അവളുടെ കൈപ്പുറത്തേക്കും നിലത്തേക്കും ഒഴുകി പരന്നു. ഗായത്രിക്ക് വല്ലാത്തൊരു പരവശം തോന്നി. എന്തോ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാളെ ഒരെടുത്തുചാട്ടത്തിന്റെ പുറത്ത്. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞെങ്കിലും അതിനുശേഷമുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മഹേഷ് തൊട്ടടുത്തേക്ക് വന്നതും പതിയെ പിന്നോട്ട് നടന്നു അവൾ. കാര്യം മനസ്സിലാവാതെ അവൾ കരികിലേക്ക് മഹേഷ് ചെന്ന് നിന്നു. എന്തു പറ്റി ഗായു? എന്തിനാ താൻ ഇത്രയും നെർവസ് ആകുന്നേ? അവളുടെ മുഖത്തെ പരിഭ്രമം കാണുകെ അത് ചോദിച്ചുകൊണ്ടവൻ അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ഗായത്രിയുടെ നെഞ്ചിന് പേറി. ചെറുതായി കാഴ്ച മങ്ങും പോലെ തോന്നി. ഒരു ആശ്രയത്തിന് എന്നതുപോലെ മഹേഷിന്റെ ഷട്ടിൽ പിടിച്ചു. നിമി നേരം കൊണ്ട് അവളുടെ കൈയഴിഞ്ഞു. സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടുകൊണ്ടവൾ മഹേഷിന്റെ കയ്യിലേക്ക് ബോധമറ്റു വീണു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.